ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയരെ, ജീവിതത്തിൽ നമ്മൾ എടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ, ചെയ്തുപോയ പിഴവുകൾ, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ, ഇവ ഇന്നും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഓർക്കുക, അത് നിങ്ങളുടെ നന്മയ്ക്കല്ല, മറിച്ച് നിങ്ങളെ തളർത്തുവാനത്രേ. നിരാശയുടെയും പോരായ്മയുടെയും ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വിതച്ച് നമ്മെ നാശത്തിലേക്ക് തള്ളിയിടുവാൻ ശത്രു ഇന്നും ശ്രമിക്കുന്നു. ഏദൻ തോട്ടത്തിൽ ഹവ്വയെ വഞ്ചിച്ച് പാപത്തിലേക്ക് തള്ളിയ അതേ ശത്രു തന്നെയാണ് ഇന്നും നമ്മോട് പൊരുതുന്നതെന്ന് ഓർത്തുകൊള്ളുവിൻ. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നു, മോഷ്ടിപ്പാനും മറുപ്പാനും നശിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ കൊടുക്കുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. യോഹന്നാൻ 10:10. പ്രിയരെ, നിങ്ങളെടുത്ത തെറ്റായ തീരുമാനങ്ങളെയോ ജീവിതത്തിൽ സംഭവിച്ച പിഴവുകളെയോ അടഞ്ഞുപോയി എന്ന് തോന്നുന്ന വാതിലുകളെ ഓർത്ത് നിങ്ങൾ തളരരുത്. നിങ്ങൾ ചെയ്യേണ്ടുന്നതൊന്നു മാത്രം, കർത്താവിന്റെ അടുക്കൽ ചെല്ലുക, അവനെ ആശ്രയിക്കുക. കാരണം നഷ്ടമായതൊക്കെയും തിരികെ നൽകുവാൻ അവൻ മതിയായവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ അലയടിക്കുന്ന പഴയ പരാജയങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒരിക്കലും നിങ്ങളുടെ അവസാനമല്ല. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളുടെ ജീവിതം അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ആരാലും അടയ്ക്കുവാൻ കഴിയാത്ത പുതിയ വാതിലുകൾ അവൻ നിങ്ങൾക്കായി തുറക്കും. അവൻ നിങ്ങളെ വീണ്ടും ഉയർത്തും. അവൻ നിങ്ങളെ നിലനിർത്തും. നിങ്ങൾ എത്തേണ്ടുന്ന സ്ഥാനത്ത് അവൻ കൃത്യമായി നിങ്ങളെ എത്തിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.